ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റമദാനൊക്കെ ആകുമല്ലേ, വീടൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ റമദാൻ വെൽക്കമിങ്ങിലെ ഫസ്റ്റ് പ്രോസസ് ക്ലീനിങ് വീഡിയോയാണിത്. ഫസ്റ്റ് റൂംസ് തന്നെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നുമല്ല ഇതെല്ലാം ക്ലീൻ ചെയ്തത്. ഓരോ ദിവസവും ഓരോ റൂം ക്ലീൻ ചെയ്താണ് ഞങ്ങൾ മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തത്. ഫസ്റ്റ് റൂം ഇതായിരുന്നു. കഴിഞ്ഞ റമദാനിന് ശേഷം ഇപ്പോഴാണ് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡസ്റ്റ് നല്ലതുപോലെ റൂമിലുണ്ടായിരുന്നു. ജനൽ കമ്പികളും അതിൻ്റെ എഡ്ജും എല്ലാം നല്ല പൊടിയായിരുന്നു. സോ അത്രയും ക്ലീൻ ആക്കുക എന്ന് വെച്ചാൽ ഇത്തിരി പ്രയാസമായിരുന്നു. ഉമ്മയാണ് ഈ പൊടികളെല്ലാം അടിച്ചത് കേട്ടോ. എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. സോ ഞാൻ ആ ഏരിയയിലോട്ടേ പോയിട്ടില്ല. അല്ലാണ്ട് ഇതെല്ലാം പറക്കി ഒതുക്കാനും സാധനങ്ങളുടെ പൊസിഷൻസൊക്കെ മാറ്റി വയ്ക്കാനൊക്കെ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പൊടിയൊക്കെ അടിച്ചതൊക്കെ ഉമ്മയായിരുന്നു. ആ റൂം ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് അടുത്ത റൂമിലേക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയത്. അത് വേറെ ആരെയും റൂമല്ല, അത് എൻ്റെ റൂം തന്നെയായിരുന്നു. പേര് എൻ്റെ റൂമാണെന്നാണെങ്കിലും അവിടെ കിടക്കാറൊന്നുമില്ല. എൻ്റെ ഡ്രസ്സും ബുക്സും അങ്ങനെയെല്ലാം ഈ റൂമിലാണുള്ളത്. മറ്റുള്ള റൂമിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനലിൽ പൊടി ഉണ്ടായിരുന്നത് എൻ്റെ റൂമിൽ മാത്രമാണ് കേട്ടോ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജനലിൻ്റെ സൈഡിലാണ് ബെഡ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ബെഡ് നീക്കിയിട്ട് ജനലൊന്നും ക്ലീൻ ചെയ്യാൻ ഞാൻ മുതിരാറില്ല. അതിനുള്ള സമയവും ഇല്ല. പിന്നെ അങ്ങനെ പൊടി അധികം ഞാനങ്ങനെ അടിക്കാൻ പോകില്ല. അറിയാമല്ലോ, എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. പിന്നെ ചുമയാകും, തൊണ്ടവേദനയാകും, അങ്ങനെ എന്തൊക്കെ അസുഖങ്ങളാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിന് സാധാരണ മുതിരാറില്ലാത്തതാണ്. ഭിത്തിയോട് ചേർന്ന് കട്ടിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ കട്ടിലിൻ്റെയൊക്കെ ബാക്ക് സൈഡിലൊക്കെ നല്ലതുപോലെ മാറാലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ നമ്മൾ തട്ടിക്കുടയണമായിരുന്നു. റൂമിൽ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷമാണ് തൂക്കാനും വാരാനൊക്കെ തുടങ്ങിയത്. എല്ലാം ഉമ്മയെ കൊണ്ട് മാത്രം പറ്റൂലല്ലോ. ഉമ്മ ഫാനിൻ്റെ പൊടിയൊക്കെ തുടച്ച് തൂത്ത് കളഞ്ഞു തന്നു. പിന്നെ ഞാൻ കസേരയൊക്കെ ഇട്ടിട്ട് വണ്ടിയിൽ കയറി ഫാനൊക്കെ തുടച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ തുടയ്ക്കുന്ന പരിപാടിയെല്ലാം ഞാനാണ് ചെയ്തത്. തൂക്കുക, പൊടി തട്ടിയെടുക്കുക എന്നൊക്കെ ഉള്ളത് ഉമ്മച്ചിയാണ് ചെയ്തത്. വീട്ടിലെ എല്ലാ റൂമിലും ഓപ്പൺ റാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓപ്പൺ റാക്കിലാണ് ഞങ്ങൾ ആവശ്യമായിട്ട് അധികം ഞങ്ങൾ യൂസ് ചെയ്യാത്ത കാർഡ്ബോർഡുകളും ട്രോളിയും ബാഗൊക്കെ വെച്ച് വെക്കുന്നത്. അപ്പം അതെല്ലാം അതിൻ്റെ താഴെ ഇറക്കിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. കാരണം അവിടെയൊക്കെ നല്ല പൊടിയാണ്. പിന്നെ അവിടെ ഞങ്ങൾ പേപ്പർ വിരിച്ചിട്ടാണ് ഇതെല്ലാം വെച്ച് വെക്കുന്നത്. അപ്പോൾ ആ പേപ്പറെല്ലാം ഇനി എടുത്ത് മാറ്റിയിട്ട് ഉമ്മ എല്ലാം മാറാലേക്ക് തുടച്ച് മാറ്റുകയാണ്. അതിനുശേഷം പിന്നെ ഞാൻ കയറി വെള്ളം വെച്ചിട്ട് അവിടെ മൊത്തം ഒന്ന് തുടച്ചെടുത്തിട്ട് പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് അവിടെ വെക്കുകയാണ് ചെയ്തത്. ഇവിടുത്തെ എല്ലാ സൈഡിലെയും എയർ ഹോളുകൾ നല്ല വലുതാണ്. അപ്പം പൊടികൾ പെട്ടെന്ന് ആവശ്യത്തിലധികം പൊടികൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതെൻ്റെ തിങ്സാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ബുക്സും പിന്നെ എൻ്റെ ഫയൽസ്, പിന്നെ എൻ്റെ ബാക്കിയുള്ള ഐറ്റംസൊക്കെയാണ്. എല്ലാം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹാളിൽ കൊണ്ട് വെച്ചതാണ്. ഇനി ക്ലീനൊക്കെ ചെയ്തിട്ട് വേണം ഇതെല്ലാം തട്ടിക്കുടഞ്ഞ് എല്ലാം അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ വെക്കാൻ. ഈ കാണുന്ന സ്റ്റാൻഡൊക്കെ എൻ്റെ റൂമിലിരുന്നത് കേട്ടോ. ഈ ഡ്രസ്സായാലും ഈ ബുക്കായാലും ബാക്കിയെല്ലാം എൻ്റെ റൂമിലിരുന്ന സാധനങ്ങൾ തന്നെയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് എന്നെയാണ്. ഞാൻ ആ മുകളിലത്തെ റാക്കൊന്ന് തുടച്ചൊക്കെ എടുത്തതിന് ശേഷം ഈ കാർഡ്ബോർഡും ട്രോളി ബാഗൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കായിരുന്നു. ആ സമയത്ത് ഉമ്മ എടുത്ത വീഡിയോയാണ്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അതായത് കട്ടിലിൽ മെത്തയൊന്നും ഇട്ടില്ല. ബാക്കി തറയെല്ലാം തുടച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ റൂമിലെ സ്റ്റാൻഡും എൻ്റെ ടേബിളൊക്കെ കൊണ്ടിട്ടു. ബുക്കൊക്കെ സെറ്റാക്കി കറക്റ്റ് ഓർഡറിലൊക്കെ വെച്ചു. അപ്പം ഓൾമോസ്റ്റ് ഞങ്ങൾ വേണ്ട വിധത്തിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഞാൻ പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ 8th-ലോ 9th-ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പേപ്പറിൽ സൂചി നൂലും വെച്ച് ചെയ്യുന്ന ആർട്ടുകളാട്ടോ. എൻ്റെ പേര്, അമ്മയുടെ പേര്, പിന്നെ അല്ലാണ്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഡിസൈൻസൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വയ്ക്കുമായിരുന്നു. ഫൈനലി കട്ടിലൊക്കെ സെറ്റാക്കി വെച്ചു. ഇവിടെ ആട്ടോ നിസ്കരിക്കുന്നത് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് തന്നെ മുസല്ലയും ഖുർആനും ബുക്കൊക്കെ അവിടെയാണ്, കട്ടിലിൻ്റെ പുറത്താണ് വെക്കുക. ഞാൻ പറഞ്ഞില്ലേ, കട്ടിലിൽ അങ്ങനെ കിടക്കാറില്ല. ഇവിടെ നമസ്കരിക്കാനും പിന്നെ ഞാൻ ഡ്രസ്സ് എടുക്കാനൊക്കെ മാത്രമേ കയറാറുള്ളൂ. പിന്നെ എൻ്റെ ബുക്ക് അങ്ങനെ അതിനൊക്കെ മാത്രമായിട്ടാണ് ഈ റൂമിൽ കയറാറ്. പിന്നെ ഞങ്ങൾ ക്ലീനിങ് കണ്ടിന്യൂ ചെയ്യുന്നത് അടുത്ത ഒരു ഹോളിഡേ ആട്ടോ. രാവിലെയൊക്കെ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളിൽ ബിസി ആയിരുന്നത് കൊണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ ക്ലീനിങ് തുടങ്ങിയത്. വീട്ടിലെ ഏറ്റവും കച്ചറ റൂമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കാരണം ഈ റൂമിനുള്ളിൽ തന്നെ കൊച്ചൊരു റൂമുണ്ട്.
അതിലാണ് എല്ലാ അൺവാണ്ടഡ് തിങ്സും ഉള്ളത്. അൺവാണ്ടഡ് ആണോ എന്ന് ചോദിച്ചാൽ അതിൽ കുറേ ഐറ്റംസ് ആവശ്യമുള്ളതാണ്, എന്നാൽ ആവശ്യമില്ലാത്തതാണ് അധികവും. ഉമ്മ ഇതൊന്നും എടുത്ത് കളയൂല, ഇങ്ങനെ എടുത്ത് വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ റൂമിലും ഒരു ഓപ്പൺ റാക്കുണ്ടെന്ന്. അപ്പോൾ ഇവിടെയും റാക്കുണ്ട്. റാക്കിൽ കുറേ കാർഡ്ബോർഡും സ്പീക്കറുകളും TV CD അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം ഇനി പറക്കി താഴെ വെക്കുകയാണ്. പിന്നെ അലമാരിയുടെ മണ്ടയിൽ 2-3 പെട്ടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ്. തുടച്ചല്ല, ആദ്യം തൂത്ത് പൊടിയെല്ലാം തട്ടിക്കളയാണ്. ഞാൻ പിന്നെ പെട്ടിയൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കാം കേട്ടോ. പെട്ടിയൊക്കെ നല്ലപോലെ തുടച്ചിട്ട് വേണം ഇനി മുകളിലെടുത്ത് വെക്കാൻ. അങ്ങനെ അധികം എടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല പൊടി അതിൻ്റെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് തുടക്കുകയാണ്. അധികം വെള്ളമല്ല, ജസ്റ്റ് ഒന്ന് വെള്ളം നല്ലതുപോലെ ഇട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ഈ കാണുന്നത് ആ റൂമിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച കുറേ ഐറ്റംസ് ആണ് കേട്ടോ. ഇതിൽ കുറേയൊക്കെ എന്താണ് ഇപ്പം ആവശ്യമില്ലാത്തതൊക്കെയാണ്. അവിടെ ഇരിക്കുന്ന സ്കൂൾ ബാഗിൽ മുഴുവനും എൻ്റെ ബുക്കുകളും അങ്ങനെ നീണ്ട 3-4 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഒരുവിധം റൂമൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ. അതായത് സ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുവച്ച് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എല്ലാം പറക്കി ഒതുക്കിയൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഞാനല്ല, ഉമ്മച്ചിയാണ് അടുക്കള വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഞാൻ അപ്പോഴേക്കും കോളേജിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇനിയും ഹോളിഡേ നോക്കി നിന്നാൽ റമദാൻ മുമ്പ് കഴിയില്ലാന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഉമ്മച്ചി എന്നെ സ്വന്തമായിട്ട് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി. അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് കിച്ചണാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കച്ചറകളും അതുപോലെ പൊടികളായാലും പിന്നെ ഒരുപാട് ജോലികൾ അടുക്കളയിൽ തന്നെ കാണും. അപ്പോൾ അതെല്ലാം അമ്മച്ചി ചെയ്യാണ്. ഇതൊക്കെ അടുക്കളയിലെ കച്ചടകളാട്ടോ. ഇതെല്ലാം അമ്മച്ചി മുറ്റത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം എടുത്താട്ടോ അമ്മ എല്ലാം വൃത്തിയാക്കി എടുത്തത്. അങ്ങനെ ഒടുക്കം അടുക്കള ഒരുവിധം അമ്മച്ചി ക്ലീൻ ചെയ്തെടുത്തു. ഇനി പാത്രങ്ങളും ബാക്കി ഐറ്റംസൊക്കെ അതായത് കറക്റ്റ് ഓർഡറിലൊക്കെ എടുത്ത് വെച്ചാൽ അടുക്കള സെറ്റാണ്. ഇതൊക്കെ അടുക്കളയിലെ മേലെ റാക്കിലിരുന്ന് കേട്ടോ. അമ്മ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ അന്ന് ഞങ്ങൾ എടുത്ത് വെച്ചില്ലായിരുന്നു, പിറ്റേന്നാണ് എല്ലാം പറക്കി വെച്ചത്. ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉമ്മച്ചി കിച്ചണൊക്കെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം സ്റ്റൂളൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ ഉമ്മാരോടൊപ്പം നിന്ന് മാറ്റിയും തിരിച്ചൊക്കെ വെക്കാൻ സഹായിച്ചു. ഇത് പിന്നെ പിറ്റേന്നാട്ടോ. പിറ്റേന്ന് ആ പുറത്തെടുത്ത് വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം മണ്ടയിലെടുത്ത് വെക്കുകയാണ് ഞങ്ങൾ. ഞാനാണ് പാത്രം എടുത്ത് വെക്കുന്നത്. ഉമ്മ താഴെ നിന്ന് പാത്രം എടുത്ത് തരും, ഞാൻ മുകളിൽ കൊണ്ട് വെക്കും. ആദ്യം അവിടെ മൊത്തത്തിൽ പേപ്പറൊക്കെ ഒന്ന് ഇട്ടിട്ട് പിന്നെ അതിൻ്റെ വണ്ടിയിലാണ് ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്. അപ്പം ഉമ്മച്ചിക്കാണ് കറക്റ്റ് ഓർഡർ അറിയാവുന്നത്. അപ്പം അതിനനുസരിച്ചാണ് പാത്രങ്ങൾ എടുത്ത് വെക്കുന്നത്. That I could cough out my emotions in a healthy manner. ആണ് ഈ പാത്രങ്ങളൊക്കെ ഞാൻ അടുക്കി വെക്കുന്നത്. അപ്പം ഒരെണ്ണം എടുത്ത് വെക്കുമ്പോൾ വേറൊരെണ്ണത്തിൻ്റെ പ്ലേസ് മാറും. അപ്പോൾ പിന്നെ അത് നീക്കിയിട്ട് അടുത്തത് വെക്കും. അങ്ങനെ കുറേ നേരം എടുത്താട്ടോ ഈ പാത്രങ്ങളെല്ലാം ഞാൻ മുകളിൽ സെറ്റാക്കി വെച്ചത്. ഇതൊക്കെ അമ്മയുടെ പാത്രം കളക്ഷൻസാണ്. wish that I could cough out my emotions in a healthy manner and just become the right person that actually matters. ഇത് സിറ്റ് ഔട്ട് കഴുകി ഇറക്കുന്നതാട്ടോ.
നല്ലതുപോലെ അമ്മച്ചി ഓസൊക്കെ വെച്ചിട്ടാണ് സിറ്റൗട്ട് കഴുകി ഇറക്കിയത്. അങ്ങനെ പല ദിവസങ്ങളിലായിട്ട് ഏകദേശം കുറേ ദിവസം എടുത്താണ് ഞങ്ങൾ വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. അങ്ങനെ റമദാന് മുമ്പ് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിച്ചു. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും റമദാൻ മുബാറക്ക്.